ഹലോ ഗൈസ്, വെൽക്കം. വണക്കം. കുറച്ച് സത്യങ്ങൾ തുപ്പണമെന്ന് തോന്നി, അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ബിഗ് ബോസ് പ്രേക്ഷകരെ, നിങ്ങൾ പല ആൾക്കാരും പലരുടെയും ഫാൻസ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ തികച്ചും എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം എന്നുള്ള നിലയ്ക്ക് നിങ്ങൾക്ക് കേൾക്കാൻ വിട്ടുകളയാം. ഈ ചെവി കൂടെ ഈ ചെവി കൂടെ വിട്ടുകളയാം. അതിനപ്പുറത്തേക്ക് ഇതൊന്നും സീരിയസ് ആയിട്ട് എടുക്കേണ്ട. ഒരു മണ്ടൻ, ഒരു വിവരമില്ലാത്തവൻ, ഒരു ലോക എന്താ പറയുക, ഇതിനെക്കുറിച്ചൊന്നും ഒന്നും അറിയാത്ത ഒരുത്തൻ വന്നിരുന്നു എന്തോ ചലാന്ന് ചലച്ചിട്ട് പോകുന്നു, ഇറങ്ങിപ്പോടാ എന്നൊക്കെ പറഞ്ഞ് എന്നെ വേണമെങ്കിൽ 10 തെറിയും പറഞ്ഞിട്ട് നിങ്ങൾക്ക് സന്തോഷം കിട്ടുമെങ്കിൽ ആ സന്തോഷം വളരെ നല്ല സാഡിസ്റ്റ് മൈൻഡോടുകൂടി ഏറ്റെടുക്കൂ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് തുടങ്ങാം. ഒന്നാമത്തെ കാര്യം, ഈ ഒന്ന് രണ്ട് വിഷയങ്ങളുണ്ട്. അതിൽ ആദ്യത്തെ ഒരു കാര്യം, ഇപ്പം നിലവിൽ ഫിനാലെ വീക്കിലേക്ക് കയറി എന്നുള്ളൊരു സന്തോഷ വാർത്ത എത്തിയിട്ടും വളരെ സന്തോഷത്തിന് പരം വളരെ വിഷമിക്കുന്ന ആദിലയും നൂറയും കാണുമ്പോൾ ഫിനാലെ 5-ലേക്കല്ല, ഫൈനൽ 5-ലേക്കല്ല നിങ്ങളെ തിരഞ്ഞെടുത്തേക്കുന്നത്, ഫിനാലെ വീക്കിലേക്ക്. അത് 1 വീക്കിൻ്റെ കൂടെ മാത്രമുള്ള ഒരു ഇമ്മ്യൂണിറ്റി കിട്ടി എന്നുള്ളൊരു കാര്യം, അവരെ വളരെയധികം നിരാശപ്പെടുത്തി എന്നുള്ളൊരു കാര്യം. അങ്ങനെ ഒരു സംഭവം. എനിവേ, എന്തായിരുന്നാലും ഒരു ഫൈനൽ 5 എന്നുള്ള സംഭവം ഒരു വീക്കിൻ്റെ മുമ്പ് നടത്തിയിട്ട് ഫിനാലെ വീക്ക് എന്നുള്ള സംഭവത്തിന് ഇമ്മ്യൂണിറ്റി കൊടുക്കുക എന്നുള്ള കാര്യം പറഞ്ഞാൽ ബിഗ് ബോസ് കാണിച്ചിട്ടുള്ള ഒരു അട്ടർ നോൺസെൻസ് ആൻഡ് ഫ്ലോപ്പ് പരിപാടിയാണ്. കാരണം TRP ഡൗൺ ആയിക്കൊണ്ടിരുന്ന ഒരു ഷോയെ പിടിച്ചു കയറ്റാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ച് അവരുടെ ഒരു ടാക്ടിക്കായിരുന്നു. സോ എന്തായാലും നടന്നു. പക്ഷേ അതുകൊണ്ട് കിട്ടിയ ബെനിഫിറ്റ് ഒരിക്കലും ഈ പറഞ്ഞ ആദിലേക്ക് നൂറയ്ക്ക് ഒരു ബെനിഫിറ്റ് ആയിട്ട് ഞാൻ കാണുന്നേ ഇല്ല. ഓക്കെ, അപ്പോൾ അത് എന്തായിരുന്നാലും അവർ പറയുന്നതിനകത്ത് ന്യായമുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. കാരണം ആദിലയും നൂറയും പറയുന്നത് ന്യായമുണ്ട്. കാരണം കുറച്ച് നാളിന് മുമ്പ് മത്സരിച്ച് വിജയിച്ച് അതിനുശേഷം അവസാനം ഫൈനൽ 5-ലേക്ക് ഒരു വൺ വീക്കിൻ്റെ ഇമ്മ്യൂണിറ്റി മാത്രം കിട്ടുക എന്നുള്ള കാര്യം മനസ്സിലാകുന്നുണ്ടോ? ഇത്രയും നാൾ നിന്ന് സാബുമാൻ വരെ ഇത്രയും ദിവസം നിന്നിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഇത്തിരി പെർഫോം ചെയ്യുന്ന ആദിലയും നൂറയൊക്കെ ഈ ഒരു ഫിനാലെ വീക്കിലേക്ക് മാത്രം അവരുടെ ഫൈനൽ 5-ലേക്ക് എടുക്കുന്നതിനകത്ത് ഒരു തെറ്റുള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടൊന്നുമില്ല. സോ എന്തായിരുന്നാലും ബിബിയുടെ കളിയല്ലേ, ഇതിനപ്പുറത്തെ കളി അവർ കളിക്കും. ഇനി രണ്ടാമത്തെ കാര്യം, ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. ഒന്നാമത്തെ കാര്യം, നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇനി അടുത്ത സീസണുകളിൽ ബിഗ് ബോസിലേക്ക് പോകാൻ ശ്രമിക്കുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ ദയവായി നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉള്ളത് എന്നറിയാമോ? ബിഗ് ബോസിലേക്ക് നിങ്ങൾ പോവുക, ബിഗ് ബോസിൽ കണ്ടസ്റ്റൻ്റ് ആയിട്ട് നിങ്ങൾ ഇറങ്ങുക. അവിടെ നിന്ന് നിങ്ങളൊരു എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻ്റ് ആണ് പുറത്തിറങ്ങിയത് മുതൽ. അതിനുശേഷം ഓരോ സീസണുകൾ നടന്ന സമയത്ത് നിങ്ങളുടെ മാന്യമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നതിനപ്പുറം നിങ്ങളെന്തോ വലിയ മാങ്ങ മരിച്ചിനി കാണിച്ചതുപോലെ ഈ അകത്ത് നിന്ന് കളിക്കുന്ന കണ്ടസ്റ്റന്റ് ഇവരിങ്ങനെ കളിച്ചില്ലല്ലോ, അവരങ്ങനെ കളിച്ചില്ലല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സീസണിൻ്റെ അകത്ത് നിന്ന് ഇറങ്ങിയ ഏറ്റവും കൂടുതൽ ബ്ലഡി നോൺസെൻസ് പരിപാടി ഈ സീസണിൻ്റെ അകത്തുള്ള കണ്ടസ്റ്റൻസിനെ പോലെ ഇതിന് മുൻപുള്ള സീസൺസിലെ കണ്ടസ്റ്റൻസ് പോലെ അത്രയും കാണിച്ചിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഇവരെ പുറത്ത് വന്നതിന് ശേഷം കുറേ അധികം ഇവരെന്തോ വെച്ചാൽ ഇവർ ഈ സീസണിൻ്റെ കപ്പടിക്കേണ്ടവരായിരുന്നു എന്നുള്ള തോന്നിപ്പിക്കുന്ന തരത്തിൽ ബിഗ് ബോസിൽ നിന്ന് പുറത്തായതിനു ശേഷം വന്നിരുന്നിട്ട് ഓരോന്ന് പറയുകയും എടുക്കുകയും ചെയ്യുന്ന സമയത്ത് കാണുമ്പോൾ ഉണ്ടല്ലോ, പല സമയങ്ങളിലും ചൊറിഞ്ഞു വന്നു, വികാര വിക്ഷുബ്ധനായിട്ടൊക്കെ വന്ന് സംസാരിക്കണമെന്നൊക്കെ തോന്നിയിട്ട് ഞാൻ വിചാരിച്ച് ഞാൻ ഈ കേസ് വിട്ടതല്ലേ, നമ്മൾ എടുക്കുന്നില്ല എന്ന് കാര്യം നമ്മൾ വഴി കൂടെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് ആൾക്കാർ പലത് വായിച്ചു തന്നു. അപ്പോഴൊക്കെ ഞാൻ കാണുന്നുണ്ടായിരുന്നു ഇതെന്തുവാടെ ഈ കാണിക്കുന്നെന്നുള്ളത്. കാരണം ബിഗ് ബോസ് എന്നുള്ളൊരു ഷോയുടെ നിലവാരത്തിൻ്റെ ഒരു തകർച്ച ഇവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസ് പുറത്ത് വന്നിട്ട് കാണിക്കുന്ന ഒരു പേക്കൂത്തൂരാണ്. ചില ആൾക്കാരൊക്കെ ഞാൻ ഇന്നലെ ഒരു FC ബോയ് ആയിരുന്നു, ഞാനിപ്പോൾ ഇന്ന് മുതൽ ബിഗ് ബോസ് ലെജൻഡാണെന്നൊക്കെ പറഞ്ഞു നടക്കുന്നു. വേറെ ചിലരാണെങ്കിൽ ഇന്നലെ ഒരു RJ ഒക്കെ ആയിരുന്നു, ഇന്ന് മുതൽ ബിഗ് ബോസിൻ്റെ ഏതൊരു 1ാം സ്ഥാനം കിട്ടേണ്ടി കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തതിൻ്റെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ട് പുറത്തിറങ്ങി നടക്കുന്ന വേറെ ഏതൊക്കെ RJ-മാർ. പിന്നെ വേറെ കുറേ ആൾക്കാരൊക്കെ ആണെങ്കിൽ ഇവരൊക്കെ എന്തായി കാണിക്കുന്നതെന്നൊക്കെ ചോദിക്കുന്നു. എന്നിട്ട് കഴിഞ്ഞ സീസണുകളിൽ നല്ല 1ാം തരം വാഴകളായിട്ട് കൂട്ടമായിട്ട് നിന്നിട്ട് ആൾക്കാരും പുറത്ത് വന്നിട്ട് ഈ സീസണുകളിലുള്ള ആൾക്കാരെയൊക്കെ അങ്ങോട്ട് അപരാധം പറയുന്നു. മുൻകാല സീസണിലെ കണ്ടസ്റ്റന്റ് മണ്ടനായിരുന്നു, ഈ സീസണിൻ്റെ അകത്ത് കണ്ടസ്റ്റന്റ് കപ്പടിച്ചാൽ മണ്ടിയായിരിക്കും എന്നുള്ള അനുമോളെ കുറ്റപ്പെടുത്തുന്നു. എന്താണ് ഈ ബിഗ് ബോസിൻ്റെ സീസണുകളിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് അതിനകത്ത് കപ്പടിച്ച ആൾക്കാർക്ക് ഞാൻ ഒരു കാര്യം പറയട്ടെ, ഒരു സീസണിൻ്റെ കപ്പടിച്ചവർക്ക് അല്ലെങ്കിൽ അത്രയും പ്രേക്ഷക പിന്തുണ നേടിയ ഗെയിമറിനല്ലാതെ ഇതിനെക്കുറിച്ച് ഇത് ആധികാരികമായിട്ട് കമൻ്ററി പറയാൻ ഇവർക്ക് എന്തെങ്കിലും യോഗ്യതയുണ്ടോ? ഞാൻ ചോദിക്കുക, വളരെ ഓപ്പണായിട്ട് നിങ്ങളോട് ചോദിക്കാം. മുൻകാല സീസണുകളിൽ കപ്പടിച്ചിട്ടുള്ള കണ്ടസ്റ്റൻസ് പൂർണ്ണമായി PR-ൻ്റെ, അത് അഖിൽമാരെ പറഞ്ഞൊരു കാര്യം കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. അതായത് എത്ര PR-നെ നിങ്ങൾ വെച്ച് നോക്കൂ, PR-ന് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന ഒരു ഇൻഫ്ലുവൻസ് വളരെ വലുതാണ്, ഒരു സംശയവും വേണ്ട. എന്ന് കരുതി ഒരു PR-നെ മാത്രം വെച്ചുകൊണ്ട് എത്ര കോടി മുടക്കിയിട്ട് ഞാൻ അവിടെ നിന്ന് 50 ലക്ഷം രൂപ സ്വന്തമാക്കുമെന്ന് പറഞ്ഞിട്ട് ആരെങ്കിലും പോയാൽ നടക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഈ പറയുന്ന മലയാളികൾ മൊത്തം മാനിപ്പുലേറ്റ് ചെയ്തിട്ട് അങ്ങനെ ഒരാൾക്ക് വിജയിക്കാൻ വേണ്ടിയിട്ട് കഴിയുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. ഈ സീസണിൻ്റെ ഒരു പോക്ക് വെച്ചിട്ട് ഞാൻ ഉറപ്പിച്ചെന്ന് ഞാൻ പറയാം, ഈ സീസണിൻ്റെ അകത്ത് അനുമോൾ കപ്പടിക്കുകയും ചെയ്യും, അതൊരു വമ്പൻ ട്രാജഡി ആവുകയും ചെയ്യും. അതാണ് ഞാൻ ഇനി പറയാൻ വേണ്ടിയിട്ട് പോകുന്ന കാര്യം. അതാണ് ഈ എക്സ് ബിഗ് ബോസ് കണ്ടസ്റ്റൻസിൻ്റെ ഒരു കൂട്ടം ആൾക്കാരുണ്ടല്ലോ, ഇവർ അവിടെ ഇവിടെ നടന്നിട്ട് ഇതിനകത്തുള്ള നിൽക്കുന്ന കണ്ടസ്റ്റൻസിന്റെ ഗെയിം നിലവിൽ നടക്കുന്ന സമയത്ത് ഇവരെ പോലെ ബിഗ് ബോസിന്റെ അകത്ത് പോയി കളിച്ചിട്ട് പുറത്തിറങ്ങിയ അതിനകത്ത് യാതൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാത്ത ആൾക്കാർ പുറത്ത് വന്നിട്ട് അകത്ത് നിന്ന് ഇപ്പോൾ കളിക്കുന്ന കണ്ടസ്റ്റൻസിനെ കുറിച്ചൊക്കെ മോശമായ രീതിയിൽ വളരെ മോശമായ വാക്കുകളിലൂടെയൊക്കെ വർത്തമാനം പറയുമ്പോൾ ഇതിനെ എങ്ങനെയാണ് അഡ്രസ്സ് ചെയ്ത് പോവേണ്ടത്? ഇപ്പോൾ എനിക്ക്
അനീഷിനെ ഭയങ്കര ഇഷ്ടമായിരുന്നു ഈ സീസണിൽ. പക്ഷേ പിന്നീട് പുള്ളി അട്ടർ ഫേക്ക് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കിയ ശേഷം പുള്ളിക്കാരനെ കുറിച്ച് എനിക്ക് ഉള്ള വില പോയി. അതിനുശേഷം പുള്ളിയുടെ ഏറ്റവും കൂടുതൽ പുള്ളി വെറും ഒരു ഇതാണെന്നുള്ളൊരു ഒരു ഒന്നിനും കൊള്ളാത്തൊരു പ്ലെയർ ആണെന്ന് തോന്നിയത് അനുമോളോട് ആ ഒരു എന്താണ് ലവ് സ്ട്രാറ്റജി കൊണ്ടുവന്ന് ഇറക്കാൻ വേണ്ടി നോക്കിയപ്പോഴേക്കും അയാൾ എന്താണെന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് മനസ്സിലായി. തുടക്കത്തിൽ ബിഗ് ബോസിൻ്റെ അകത്ത് കയറിയ ഫസ്റ്റ് അനുമോളെ കണ്ടിട്ട് നിങ്ങൾ ആരാ എന്ന് ചോദിച്ച് വലിയ വലിയ നന്മവരം കളിച്ചിട്ടുള്ള ഈ പറഞ്ഞ ഇദ്ദേഹം ഈ നമ്മുടെ നിലവിൽ 2ാം വർഷമോ 5ാം വർഷമോ എന്തൊക്കെ ആഘോഷിക്കുന്ന മൈജിയുടെ സ്പോൺസേഡ് ആയിട്ടുള്ള ഒരു കോമണർ കണ്ടസ്റ്റന്റ് ആണ്. മനസ്സിലാവുന്നുണ്ടോ? ഈ വ്യക്തി അവിടെ നിൽക്കുന്നിടത്തോളം കാലം ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് മൈജിക്കാണ്. അഥവാ ലാലേട്ടൻ ലാലേട്ടനാണല്ലോ ഇതിന്റെ മുഖം, അവർക്കാണ് അത്. ഓക്കെ, അതിലൊന്നും ഒരു തെറ്റുമില്ല. ഇപ്പം അവർ അവസരം കൊടുത്തു, അതുകൊണ്ട് പരമാവധി അവരെ കണ്ടസ്റ്റന്റിന് അവിടെ നിർത്തണം എന്നുള്ള കാര്യം. ഇദ്ദേഹം അത്യാവശ്യം നന്നായി കളിക്കുന്നുണ്ട്, ഫേക്ക് ആണെങ്കിലും പുള്ളി കളിക്കുന്നുണ്ട്, അതിന് വേറെ സംശയമൊന്നും വേണ്ട. അവിടെ നിൽക്കുന്ന പല കണ്ടസ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ അനീഷും ബഹുദൂരം മുന്നിൽ തന്നെയാണ്, അതിന് തർക്കമൊന്നുമില്ല. പക്ഷേ എങ്കിലും ആ ഫേക്ക് കളിയോടൊന്നും ഞാൻ യോജിക്കുന്നില്ല. എന്നിട്ട് രണ്ടാമത്തെ ഒരു കാര്യം, ഒരു കളിയും ഒരു ഗെയിമും ഒരു തേങ്ങയും ഇല്ലാതെ ഈ സീസണിൻ്റെ അകത്ത് കപ്പടിക്കാൻ വേണ്ടിയിട്ട് പോകുന്ന ഒരാളാണ് അനുമോൾ എന്നുള്ള കാര്യം ഞാൻ ഉറപ്പിച്ച് തന്നെ പറയാം. അനുമോൾ കപ്പടിക്കാനുള്ള കാരണം കൂടെ അത് പറയണമല്ലോ. ഇപ്പം ഒരു തേങ്ങയും ഇല്ലാതെ കപ്പടിക്കുമെന്ന് നിങ്ങൾ ചോദിക്കും. അതിനുമോൾക്ക് അതിനുള്ള ഒരു ക്വാളിറ്റി ഇല്ലേ, അതിനുള്ള ഒരു കാലിബർ ഇല്ലേ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഉണ്ടാക്കി കൊടുത്തത് അവിടെ നിന്ന് കണ്ടസ്റ്റൻസും ഈ പുറത്തുണ്ടാക്കിയ കോലാഹലങ്ങളും മാത്രമാണ്. സംശയ ലേശമന്യേ അങ്ങനെ തന്നെ പറയാം. കാരണം ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാതെ ഒരു തരത്തിൽ ഒരു വ്യക്തികളുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാതിരുന്ന് പോയ ഒരു സീസൺ. അതിനകത്ത് തന്നെ നമ്മുടെ പുതപ്പിന്റെ വിഷയം അഥവാ കെട്ടിപ്പിടുത്ത ഉമ്മവെപ്പ് അടക്കം മറ്റുള്ള പല കാര്യങ്ങൾ സദാചാരത്തിന്റെ കണ്ണിലൂടെ പൊതുബോധത്തിന് നിന്നുകൊണ്ട് സംസാരിച്ച അനുമോളെ മൊത്തത്തിലുള്ള ജനങ്ങൾ വെറുക്കുന്നു. അതിനുശേഷം ഉണ്ടാകുന്ന ഓരോ കാര്യങ്ങളും അനുമോളെ നിരന്തരം വെറുപ്പിക്കാൻ വേണ്ടിയിട്ട് അനുമോളെ തന്നെ കുറ്റപ്പെടുത്തുക, ടാർണിഷ് ചെയ്യുക, നിരന്തരം ലാലേട്ടം വന്ന് കുറ്റം പറയുക, അങ്ങനെ ഒരു തരത്തിലുള്ള കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ മലയാളിക്ക് ഒരു പ്രത്യേകത ഉണ്ട്. ഒരുത്തന്നെ ആദ്യം അടിക്കുമ്പോഴേക്കും അവർ കൈയടിക്കും, കൊള്ളാം അടി കിട്ടിയല്ലോ. രണ്ടാമത്തെ അടി കൂടെ കിട്ടുന്ന സമയത്ത് വേണമായിരുന്നു. മൂന്നാമത്തെ അടിക്കുമ്പോൾ ഇത്തിരി കൂടി പോയി. നാലാമത് അടിക്കുന്ന സമയത്ത് പറയുമ്പോൾ എന്തുവാ ഇവരെ മാത്രം. 5ാമത് അടിക്കുന്ന സമയത്ത് ഇവർക്ക് വേറെ ജോലിയൊന്നുമില്ല, ഇവരെ മാത്രം എന്താ, ഇങ്ങനൊരു മനോഭാവത്തിലേക്ക് എത്തും. അത് ബിഗ് ബോസ് കൊടുത്ത് അനുമോൾക്ക് ആ ഒരു സാധനം ഇമോഷണൽ കോൺടാക്ട്, കമ്മ്യൂണിക്കേഷൻ ഈ പറയുന്ന നമ്മുടെ ബിഗ് ബോസ് പ്രേക്ഷകർക്കിടയിൽ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അതിന് കാരണക്കാർ ബിഗ് ബോസ് ആണ്, അതിന് കാരണക്കാർ ലാലേട്ടനാണ്, അതിന് കാരണക്കാർ ഇതിൻ്റെ അകത്ത് മുൻകാല സീസണുകളിലെ മത്സരാർത്ഥികളെന്ന് പറഞ്ഞ് പുറത്ത് കൊന്ന് കൊണയടിക്കുന്ന കുറേ ടീമുകളാണ്. ഇവരെല്ലാവരും എന്തോ ബിഗ് ബോസിൻ്റെ അകത്ത് ഇന്നലകളിൽ പോയിട്ട് അവിടെ മൊത്തം മലമറിച്ച് അതിനകത്ത് എല്ലാ ഗെയിമും കളിച്ചില്ല, ഞാനാണ് ലോകത്തിൽ ഏറ്റവും വലിയ ബിഗ് ബോസ് ഗെയിമർ എന്നുള്ള തോന്നലൊക്കെ തോന്നിച്ചുകൊണ്ട് വന്നിരുന്ന ആധികാരികമായിട്ട് തള്ളി മറിക്കുന്ന ആൾക്കാരൊക്കെയാണ്. മനസ്സിലാവുന്നുണ്ടോ? പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ടാട്ടോ എന്നോട് പലർക്കും നീരസം തോന്നുന്നത്. എൻ്റെ പല സുഹൃത്തുക്കളുണ്ട് ഇതിനകത്ത്. പക്ഷെ പറയേണ്ട ഒരു കാര്യം, നിങ്ങൾ ബിഗ് ബോസിൻ്റെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നതോ ബിഗ് ബോസിൻ്റെ കമ്മ്യൂണിറ്റി ഉണ്ടാക്കുന്നതോ ബിഗ് ബോസിൽ നിന്ന് പുറത്തു വരുന്ന ആൾക്കാരെ കൂടുതൽ ആഡ് ചെയ്തുകൊണ്ട് വലിയ വലിയ പ്രോഗ്രാംസ് നടത്തുന്നതോ നിങ്ങൾ സിനിമ ഇറക്കുന്നതോ മറ്റു ഒന്നും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ബിഗ് ബോസ് നടക്കുന്ന ആ ഒരു സമയത്തെങ്കിലും അകത്ത് നിന്ന് കളിക്കുന്ന ഓരോ കണ്ടസ്റ്റൻസിനെ പോലെ നിങ്ങൾ മുൻകാല സീസണിൽ നിന്ന് കളിച്ചിട്ടുള്ള ആൾക്കാരെന്നുള്ള നിലയ്ക്ക് അവരെ പറയുന്ന വാക്കുകൾക്കും അവരുടെ ഗെയിമിനെ നിങ്ങൾ എതിർക്കുന്ന രീതിക്കും ഒരു മിതത്വം, ഒരു മയം, ഇതൊക്കെ വളരെയധികം ആവശ്യമാണ്. എനിക്ക് അനുമോളുടെ ഗെയിം ഇഷ്ടമല്ല, ഞാൻ ഇപ്പോഴും തുറന്നു പറയാം, എനിക്ക് അനുമോളുടെ ഗെയിം ഇഷ്ടമല്ല. പക്ഷേ എങ്കിലും ആ കുട്ടിക്കും വേണം ഒരു മാന്യമായ രീതിയിലുള്ളൊരു അവർക്കെതിരെ നമ്മൾ പറയുമ്പോഴും ഒരു മാന്യത നമ്മൾ കീപ്പപ്പ് ചെയ്യണം. അല്ലാതെ മറ്റേ പൊട്ടത്തി മണ്ടത്തി മണ്ടി മണ്ടനും മണ്ടി എന്നൊക്കെ പറയാൻ നമ്മൾ അധിക്ഷേപിക്കാൻ വേണ്ടിയിട്ട് മാത്രം നമ്മൾ ഭയങ്കര ബുദ്ധിമാന്മാരും ബുദ്ധിമതികളും ഒക്കെ ആണോ? മനസ്സിലാവുന്നു. ഈ സമയത്തെങ്കിലും എനിക്ക് പറഞ്ഞേ പറ്റുള്ളൂ. കാരണം ഇതിന് ശേഷം വരുന്ന ദുരന്തം അനുമോൾ ഒരു ബിഗ് ട്രാജഡി ആവാനും കൂടെ പോവുകയാണ്. കാരണം ഇപ്പോൾ കഴിഞ്ഞ സീസണിൻ്റെ അകത്ത് ഈ ഇദ്ദേഹം ജിൻഡോ കപ്പടിച്ചു. ഓക്കെ, മറ്റു പല കണ്ടസ്റ്റൻസിനുമായിരുന്നു സാധ്യത എന്നുള്ള കാര്യം പിൽക്കാലത്ത് ഇദ്ദേഹത്തിന് വോട്ട് കൊടുത്തതും ജനങ്ങൾ തന്നെയാണല്ലോ. അതിനുശേഷം മറ്റു പല കണ്ടസ്റ്റൻസിനും കപ്പ് അടിക്കേണ്ടവരായിരുന്നുള്ള ഒരു പൊതുബോധം വന്നു. സാരമില്ല. അതിനുശേഷം ഇപ്പോൾ ഈ സീസണിൻ്റെ അകത്ത് വന്നപ്പോഴേക്കും 16 ലക്ഷം രൂപ ഞാൻ PR കൊടുത്തു. അതിനുശേഷം 16ന്റെ കണക്കുകൾ മറ്റുള്ള കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തതും പബ്ലിക്കാക്കിയതെല്ലാം ബിഗ് ബോസ്. അതിനുശേഷം വന്നിട്ട് ഈ അനുമോൾ കപ്പടിക്കുന്ന കാര്യം കൂടെ ചിന്തിക്കുക. അനുമോൾ കപ്പടിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ ആൾക്കാർ അനുമോൾ കപ്പും അടിക്കുന്നു, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം പുറത്ത് വരുമ്പോൾ അനുമോളുടെ മേൽ ഒരു ആരോപണങ്ങളുടെയും പ്രത്യാരോപണങ്ങളുടെയും ഒരു തരത്തിലും അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റാത്തൊരു ഒരു അക്സെപ്റ്റൻസും ഇല്ലാത്തൊരു കപ്പായിരിക്കും എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട്. അതിപ്പോഴും പറയുന്നു. അത് ആ ഒരു സംഭവം നിലനിൽക്കും. അതിനുശേഷം ഇതേ ആൾക്കാർ അടുത്ത കൂട്ടം ഇതുണ്ടല്ലോ, ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങുന്ന ഒരു കൂട്ടം ആൾക്കാർ വീണ്ടും ഒരു ഗ്രൂപ്പായി മാറുമല്ലോ. അവരെല്ലാം കൂടെ ചേർന്നുകൊണ്ട് കൊണവധികാരം 4 സൈഡും കൂടെ തുടങ്ങും. എന്നിട്ട് പറയും അനുമോൾ മറ്റവളായിരുന്നു, അനുമോൾ മണ്ടിയായിരുന്നു, അടുത്ത സീസൺ വരുമ്പോഴേക്കും മറ്റൊരുത്തൻ മണ്ടവനാകുമ്പോൾ. ഇവരൊക്കെ ഈ പറയുന്ന ആൾക്കാരുണ്ടല്ലോ, ഇവരൊക്കെ എന്താ ബിഗ് ബോസിൻ്റെ അത് കാണിച്ചത്? ഇവരൊക്കെ ബിഗ് ബോസിനെ ഭയങ്കരമായിട്ട് എടുത്ത് ഭയങ്കര ഡയലോഗ് അടിക്കുന്ന ആൾക്കാർ, ഇവരൊക്കെ എന്താണ് ബിഗ് ബോസിൻ്റെ അകത്ത് ചെയ്തത്? ഈച്ച് ആൻഡ് എവറിത്തിങ് എടുത്ത് വെച്ച് നമുക്ക് സംസാരിക്കാൻ വേണ്ടിയിട്ട് പറ്റും ഇപ്പോഴും സ്റ്റിൽ. എന്നാൽ പോലും എവിടെയാണ് ഇവരൊക്കെ വലിയ വലിയ ഗെയിമേഴ്സായിട്ട് മാറുന്നത്? ചില മുൻകാല സീസണിലുള്ള ക്രിഞ്ചുകളെടുത്ത് കളിക്കുകയും ചില എന്തൊക്കെയോ വലിയ സംഭവങ്ങളാക്കാൻ വേണ്ടി ശ്രമം നടത്തുകയും എന്തൊക്കെയോ ചെയ്ത് മറിച്ച് കളയുമെന്ന് പറയുകയും ചെയ്തതിനു ശേഷം എന്തൊക്കെയാണ് ഇവർ കാണിച്ചത്? അത് വെച്ച് നോക്കുമ്പോൾ അനുമോൾ കുറച്ചധികം കാര്യങ്ങളിൽ അവരുടെ നിലപാടിൽ വളരെയധികം സ്റ്റാൻഡ് ചെയ്ത് ഓണായിട്ട് നിന്നിട്ടുണ്ട്.
ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് ആ കണ്ടസ്റ്റന്റിന്റെ ഗെയിമിനോട് എനിക്ക് പൂർണ്ണമായി വിയോജിപ്പുണ്ട്. എങ്കിൽ പോലും അവരെ പല കാര്യങ്ങളും നിലപാടിൽ ഉറച്ചു നിന്നവരാണ്. അതുപോലും ചെയ്യാത്ത പല ആൾക്കാരുമാണ് വരുന്നിരുന്ന് പുറത്തുനിന്ന് കൊണയടിക്കുന്നത്. ബിഗ് ബോസിന്റെ മുൻകാല സീസണിലെ കണ്ടസ്റ്റൻസ് ആണത്ര ഇവരൊക്കെ. എന്നിട്ട് ഇവരൊക്കെ വലിയ അസോസിയേഷനും ഗ്രൂപ്പുകളും മറ്റുള്ളതായിട്ടൊക്കെ തിരിയുന്നു. എന്താണ് ചെയ്യുന്നത്? ഇവരെല്ലാവരും ഓരോ സീസണുകളിൽ നിന്ന് പോയ ആൾക്കാരല്ലേ. ഇവരിങ്ങനെ ചെയ്യാൻ പാടുണ്ടോ അവിടെ നിൽക്കുന്ന കണ്ടസ്റ്റൻസിനോട്? നമ്മൾ സാധാരണ പ്രേക്ഷകർ പറയുന്ന അഭിപ്രായം പോലും ആ കനത്തിൽ പോലും ഇതേപോലുള്ള ആൾക്കാർ പറയാൻ പാടില്ല. കാരണം ഇവരെല്ലാം അനുഭവസ്ഥരാണ്. അകത്ത് പോയിട്ട് പല കണ്ടസ്റ്റൻസും പുറത്തു വന്നതിന് ശേഷം എന്നോടൊക്കെ എന്തെല്ലാം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് എന്തായി? അതിന്റെ പല കണ്ടസ്റ്റൻസ് ഒക്കെ പറഞ്ഞ് ബിഗ് ബോസിനെതിരെ കേസ് കൊടുക്കുമെന്നവരൊക്കെ പറഞ്ഞു. എവിടെ കേസ്? കുറേ ഉണ്ട് കഥകൾ. അത് പറയേണ്ട സാഹചര്യം എന്നാ പറയാം. അതാ പറഞ്ഞേ, ഇവരെല്ലാവരും ഈ അകത്ത് പോയി കളിച്ചിട്ട് ഒരു ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പറ്റാത്തവർ പുറത്ത് വന്നിട്ട് അകത്ത് നിന്ന് നിലവിൽ കളിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർ അത്രയും ക്രൂരമായി വേട്ടയാടേണ്ട കാര്യമൊന്നുമില്ല. ഇപ്പം ആദില നൂറ കപ്പടിക്കുകയോ അനുമോൾ കപ്പടിക്കുകയോ അല്ലെങ്കിൽ മറ്റ് കണ്ടസ്റ്റൻസ് കപ്പടിക്കുകയോ, ഇപ്പം ഞാൻ നിലവിൽ പറയാം, ഇപ്പം ടോപ്പ് പ്ലേയേഴ്സായിട്ട് ഈ സീസണിൽ കപ്പടിക്കാൻ സാധ്യതയുള്ള 1, 2, 3 എന്നുള്ള ലെവലിൽ വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അതിനകത്ത് ഒന്നാമത്തത് അനുമോൾ തന്നെയാണ്, രണ്ടാമത്തത് അനീഷ് തന്നെയാണ്, മൂന്നാമത്തെ സ്ഥാനത്തിൻ്റെ അകത്ത് മാത്രമാണ് ഇനി അക്ബറിൻ്റെ ഒരു ഇതൊക്കെ വരുന്ന, അക്ബർ, ആദില നൂറ, ഷാനവാസ് എന്നുള്ള രീതിയിലേക്കൊക്കെ വരാം. മനസ്സിലാവുന്നുണ്ടോ? സോ ഇത്രയൊക്കെ ഉള്ളൂ. അതുകൊണ്ട് ഒരു കാര്യം പറയുക, ആരും വലിയ പെർഫെക്റ്റ് ആയിട്ട് അവിടെ വലിയ ഡയലോഗ് അടിച്ച് പറയാൻ വേണ്ടിയിട്ട് മാത്രം. ഇപ്പം അകത്തുള്ള കഴിഞ്ഞ സീസണിന്റെ ജിൻഡോ വണ്ടനാണെങ്കിൽ ആ സീസണിൽ നിന്ന് പുറത്തേക്ക് വന്ന ആൾക്കാരൊക്കെ അവരെ എന്ത് വിളിക്കണം? ഓക്കെ അത്രേ പറയാനുള്ളൂ. സീസൺ 1ന്റെ അകത്ത് സാബുമോൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. പേളി മാണി പറഞ്ഞ് നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. മനസ്സിലാവുന്നുണ്ടോ? ഇനി സീസൺ 2 വന്നു കഴിഞ്ഞാൽ ഡോക്ടർ രജിത് കുമാറോ അല്ലെങ്കിൽ ആര്യ ബഡായിയോ അതുപോലുള്ള ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സീസൺ 3 വന്നു കഴിഞ്ഞാൽ മണിക്കുട്ടനോ അതല്ലെങ്കിൽ പൊളിഫിറോസോ അല്ലെങ്കിൽ അതിനകത്ത് നമ്മുടെ കിടനം ഫിറോസോ പോലുള്ള ആൾക്കാർ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. സീസൺ 4 എടുത്തു കഴിഞ്ഞാൽ ഡോക്ടർ റോബിനോ ഇനി ദിൽഷയോ അല്ലേ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ പറഞ്ഞാൽ നമുക്ക്, അതുപോലെ ലക്ഷ്മി പ്രിയ, ഇവരൊക്കെ പറഞ്ഞാൽ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനിയുണ്ട് ബ്ലസ്ലി. ആ സീസൺ 4 ആണ് ഇതിൻ്റെ ഒരു കൾട്ട് സീസണായിട്ട് മാറിയിരിക്കുന്നത്. പിന്നെ സീസൺ 5 അഖിൽ മാരാർക്ക് മാത്രം ആധിപത്യമുള്ളൊരു സീസൺ, അദ്ദേഹത്തിന് മാത്രമായിരിക്കും ആ സീസണെ കുറിച്ച് പറയാൻ വേണ്ടിയിട്ട് പറ്റുക. സീസൺ 6 എടുക്കാം, അതിനകത്ത് ആർക്ക് പറയാൻ വേണ്ടിയിട്ട് ഓക്കെ ജാസ്മിൻ, ഓഫ് കോഴ്സ് ജാസ്മിൻ്റെ പേര് പറയാൻ വേണ്ടിയിട്ട് ഉറപ്പായിട്ട്. ഞാൻ അന്ന് എതിർത്തിട്ടുള്ള കണ്ടസ്റ്റൻ്റ് ആണെങ്കിൽ പോലും സ്റ്റിൽ ഞാൻ പറയുന്നു, ഈ സീസണൊക്കെ കടന്നു പോകുമ്പോഴും ജാസ്മിൻ എവിടെയെങ്കിലും ആരെയും കുറിച്ചെങ്കിലും എന്തെങ്കിലും പറയാൻ ആ കുട്ടി വന്നോ? ഇല്ല. അതൊക്കെ ഒരു മിനിമം മാന്യതയാണ്. എത്രയോ കണ്ടസ്റ്റൻസ് ഉണ്ട് ഇതുവരെ ഈ ബിഗ് ബോസിന്റെ ഇതിനെക്കുറിച്ചൊന്നും അവർ പബ്ലിക്കായിട്ട് ഒരു കണ്ടസ്റ്റന്റിനെ ടാർണിഷ് ചെയ്ത്. രേണു സുധി, നമ്മൾ ഈ പൊതുവിൽ ഒരു വർത്തമാനമുണ്ട്, ഈ കാല് കഴുകി കുടിക്കണമെന്നൊക്കെ പറയുമല്ലോ, ചുമ്മാ പറഞ്ഞതാണ്. അങ്ങനെ ഒരു സംഭവം, ഒരു പദപ്രയോഗം ഞാൻ അംഗീകരിക്കുന്നൊന്നുമില്ല. എങ്കിലും ആ സ്ത്രീ അനുമോളെ കുറിച്ച് വരെ അവർക്കെതിരെ പറയിപ്പിക്കാൻ വേണ്ടിയിട്ട് ഓൺലൈൻ മീഡിയാസ് ഒക്കെ നന്നായിട്ട് സംസാരിച്ചു. എവിടെ ഒരു വാക്ക് പറഞ്ഞു? എൻ്റെ സുധിച്ചേട്ടൻ അറിയാം, എനിക്കറിയത്തൊന്നുമില്ല. അവർ കളിക്കുന്നു, എനിക്ക് അറിയത്തില്ല. ഈ സീസണിൻ്റെ അകത്ത് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റന്റ് പുറത്തു വന്നിട്ടുള്ള രേണു സുധിയ. വേണമെങ്കിൽ കോൺട്രവേഴ്സി ഉണ്ടാക്കി അവർക്ക് ലൈം ലൈറ്റ് വേണം, മറ്റുള്ളവരെ കുറ്റം പറഞ്ഞ് നാണം കിട്ടും, എങ്ങനെയും പണം നേടാൻ വേണ്ടി നടക്കുന്നതൊക്കെയാണല്ലോ അവർക്കെതിരെയുള്ള ആരോപണം. അവരത് ചെയ്തോ? ഇല്ല. അതുപോലുള്ള എത്ര പേരുണ്ട്? ഒരുപാട് പേരുണ്ട്. അവരാരും ബിഗ് ബോസിൻ്റെ ഗെയിം കഴിഞ്ഞു, ആ സീസൺ കഴിഞ്ഞ് പോയി. ഞാൻ മുൻകാല സീസണിൽ ഉണ്ടായിരുന്നു. അതല്ലാതെ ഇവരെല്ലാവരും അസോസിയേഷൻ ഉണ്ടാക്കി, ഗ്രൂപ്പ് ഉണ്ടാക്കി, അതൊക്കെ സ്വാഭാവികമായിട്ടുള്ള പ്രക്രിയയാണ്. നല്ല കാര്യം. സ്വാഭാവികമായിട്ടും ബിഗ് ബോസിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വലിയൊരു ശിലാഫലകം തിരുവനന്തപുരം സിറ്റിക്കകത്തോ അല്ലെങ്കിൽ എറണാകുളത്ത് നമ്മുടെ സെൻട്രൽ സ്റ്റേഡിയത്തിൻ്റെ നടുവിലോ ഒക്കെ ഒരു ബിഗ് ബോസിൻ്റെ വലിയൊരു കണ്ണൊക്കെ ഉണ്ടാക്കി വെക്കട്ടെ അവരെ. സീരിയസ് ആയിട്ട് നല്ല കാര്യമാണ്. ഞാൻ പറയട്ടെ, ബിഗ് ബോസിന് വേണ്ടിയിട്ടൊരു വലിയൊരു ഫൗണ്ടേഷൻ ഉണ്ടാക്കി ഒരുപാട് പേർക്ക് അവസരങ്ങളോ മറ്റുള്ള കാര്യങ്ങളോ കൊടുക്കട്ടെ. നല്ല കാര്യം. കരൾ രോഗം ഉള്ളവർക്ക് അല്ലെങ്കിൽ വൃക്കരോഗികൾക്ക് അല്ലെങ്കിൽ മറ്റുള്ള പല ആൾക്കാർക്കും ഒക്കെ ഒരുപാട് സഹായങ്ങളും മറ്റുള്ള കാര്യങ്ങളും ചെയ്യട്ടെ. നല്ല കാര്യം. അക്സെപ്റ്റ് ചെയ്യണം അതിനെയൊക്കെ. മറിച്ച് ഈ സ്വയം വന്ന വഴി തന്നെ പുറകെ വരുന്ന ആൾക്കാരെ ഇങ്ങനെ തീരെ ടാർഗറ്റ് ചെയ്യുന്നതിനോട് യോജിക്കാൻ വേണ്ടിയിട്ട് പറ്റത്തില്ല. ഇതിനോട് വിയോജിപ്പുള്ളവർക്ക് വിയോജിക്കാം, നിങ്ങൾക്ക് അംഗീകരിക്കുന്നവർക്ക് അംഗീകരിക്കാം. ഈ സീസണിൽ കടന്നു പോകുമ്പോഴും ഇപ്പോൾ ഗെയിം കളിക്കാതെ ഒരു കണ്ടസ്റ്റന്റ് കപ്പടിക്കാൻ വേണ്ടി തന്നെയാണ് പോകുന്നത്. പക്ഷേ അവരുടെ ഗെയിം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ അവരെ കൂട്ടമായിട്ട് വളഞ്ഞിട്ട് കുറേ അധികം ഇത് ചെയ്യുന്ന സമയത്ത് സൈബർ ബുള്ളിങ് വളരെ രൂക്ഷമായ രീതിയിൽ അനുമോൾക്കെതിരെ ഉണ്ടായതിനെ ആൾക്കാർ അഡ്രസ്സ് ചെയ്ത് പോകും. അല്ലാതെ അനുമോൾ കപ്പടിക്കുന്നത് എനിക്ക് യാതൊരു ആഗ്രഹവുമില്ല. കുറേ ആൾക്കാർ ഇനി വേണമെങ്കിൽ പറയാം അനുമോളെ സപ്പോർട്ട് ചെയ്തിട്ടാണോ മോനെ വന്നത്, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അങ്ങനെ പറഞ്ഞോളൂ. അല്ലാതെ ഇപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുക? ഈ സീസണിൻ്റെ അകത്ത് വേറെ ഏത് ഡിസർവിങ് കണ്ടസ്റ്റൻ്റ് ആവുള്ളൂ എന്ന് പറഞ്ഞ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞത് ഒരു ഫാക്റ്റാണ്. ഇത് നിങ്ങൾക്ക് ആക്സെപ്റ്റ് ചെയ്യാം ഓർ ഡിനൈ ചെയ്യാം, വേറെ സംശയമൊന്നും വേണ്ട. പക്ഷേ സത്യമല്ലേടേ, എന്തോന്ന് നമ്മളൊരു സീസൺ കടന്നു പോകുന്നു. സച്ചിൻ ടെണ്ടുൽക്കർ കുറേ കാലത്തിന് മുമ്പ് വേൾഡ് കപ്പ് കളിക്കാൻ വേണ്ടിയിട്ട് പോയി. പിന്നെ പിൽക്കാലത്തൊന്ന് സച്ചിൻ ടെണ്ടുൽക്കർ എന്ന് പറയാം, വിരാട് കോഹ്ലി ഇവൻ എന്തോ കാണിക്കുന്നത്, അല്ലെങ്കിൽ MS ധോണി ഇവൻ എന്താ കാണിക്കുന്നത്, ഇവരാരെങ്കിലും നിങ്ങൾ പറയാറുണ്ടോ? ഇവിടെ ഈ ഒരു ബിഗ് ബോസിൻ്റെ താരങ്ങൾക്ക് മാത്രമാണ് പുറത്ത് വന്നിട്ട് അകത്തുള്ള ആൾക്കാരെ അങ്ങോട്ട് കുറ്റം പറയും. അങ്ങനെ പറഞ്ഞതിൽ ഏറ്റവും കൂടുതൽ ഇവരെല്ലാവരും ഒറ്റയ്ക്ക് എന്ന് പറയുന്ന അനുമോൾക്കെതിരെ മാത്രമാണ്. മോശമല്ലേ ഇത്?
എത്ര മോശമാണ്. നിങ്ങളൊക്കെ അല്ലെങ്കിൽ വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കിയ ആൾക്കാരാണോ? നിങ്ങൾ എന്ത് തേങ്ങ ചെയ്തു അതിനകത്ത്? ഒന്ന് പറയാമോ? ഗെയിം കളിച്ചത് പറയാതിരിക്കാൻ നിവൃത്തിയില്ലാത്തതുകൊണ്ട് മാത്രം പറഞ്ഞു പോയതാണ്. പലരും എൻ്റെ സുഹൃത്തുക്കളൊക്കെയാണ്. പക്ഷേ ഇത് ഞാൻ ഗെയിമിൻ്റെ ആസ്പെക്റ്റിൽ മാത്രം പറഞ്ഞ, വ്യക്തിപരമല്ല. സോ ഗൈസ്, ആർക്കെങ്കിലും ഇതൊരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കാരണം ഇത് പറഞ്ഞില്ലെങ്കിലുണ്ടല്ലോ ഇതിങ്ങനെ പോവും, ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. ഓക്കെ, ഇതിനൊരു മറുപടി വേണമെങ്കിൽ ഞാൻ മറുപടിയായിട്ട് ഞാൻ പിന്നെ വന്നോളാം. അത് വേറെ സംശയമൊന്നുമില്ല. വളരെ വ്യക്തമായ മറുപടിയായിട്ട് വേണമെന്നുള്ളതൊക്കെ ഞാൻ മറുപടിയും കൊണ്ടുവരും. അത് വേറെ കാര്യം. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം എന്താ കമന്റ് ശരിപ്പെടുത്താം. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കപ്പടിക്കും? അത് നിങ്ങൾ പറഞ്ഞാൽ മതി. ഓക്കെ, അല്ല ഞാൻ ഈ പറഞ്ഞൊക്കെ വളരെ എന്താണ് ഒരു ബയാസ്ഡ് ആയിട്ടോ ഒന്നുമല്ല, വളരെ സ്ട്രെയിറ്റ് ആയിട്ടാണ്. ഒരാളുടെ പക്ഷവും പിടിച്ചിട്ടല്ല. നിങ്ങളുടെ അഭിപ്രായത്തിൽ ആര് കപ്പടിക്കും? ഓക്കെ, അനുമോൾ കപ്പടിച്ചാൽ എന്താ പ്രശ്നം വേറെ ഒന്നുമല്ല. ഈ പുറത്ത് വന്നതിന് ശേഷം ഇനി കുറച്ച് അടുത്ത സീസൺ വരെ അനുമോൾ ഏറ്റവും കൂടുതൽ പേരുദോഷം കേൾക്കും. ഈ സീസണിൽ കപ്പടിച്ചു, ഇങ്ങനെയൊക്കെ കൊടുത്ത് അങ്ങനെ കൊടുത്ത് കപ്പടിച്ചു, ഇങ്ങനെ ആയി, ഇവിടെ നാണമില്ലേ, മറ്റതില്ലേ, മറിച്ചതില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ അകത്ത് നിന്ന് പുറത്താകപ്പെട്ട മറ്റ് കണ്ടസ്റ്റൻസിൻ്റെ പേരും പറഞ്ഞുകൊണ്ട് അനുമോളെ എന്താ പറയുക ടാർണിഷ് ചെയ്യും. ഇനി മറ്റ് കണ്ടസ്റ്റൻസ് ഉണ്ടല്ലോ കുറച്ച് ആൾക്കാർ, അവരെല്ലാവരും കൂടെ കുറച്ച് യൂണിയനൊക്കെ ഉണ്ടാക്കിയിട്ട് അനുമോളെന്നുള്ള വ്യക്തിക്ക് എഗെയിൻസ്റ്റ് ആയിട്ടൊക്കെ മാറും. നമ്മൾ കുറേ എത്ര കണ്ട്. സോ ഗൈസ്, നിങ്ങളുടെ അഭിപ്രായം ന്യൂസ് ചെയ്യപ്പെടുത്ത അടുത്ത വീഡിയോ ഉണ്ട് ഗൈസ്. ബൈ.